പശ്ചിമ ബംഗാളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയ വാർത്തകൾ കേട്ട് രാജ്യമാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാണ് ബംഗാൾ മണ്ണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി തുടർന്നു വന്ന പ്രീണന രാഷ്ട്രീയത്തിന്റെ കരിനിഴലുകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബംഗാളിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന സുവേന്ദു അധികാരി ചരിത്രപരമായ ഒരു നീക്കത്തിന് തുടക്കമിടുകയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന ആഴ്ചയിൽ ബംഗാൾ നിയമസഭയിൽ ഏറ്റവും വിപ്ലവകരമായ ഏകീകൃത സിവിൽ കോഡ് അഥവാ UCC ബില്ല് അവതരിപ്പിക്കാൻ BJP സർക്കാർ ഒരുങ്ങുന്നു എന്ന വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മമതയുടെ താവളമായിരുന്ന ബംഗാളിൽ ഇന്ന് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സുവേന്ദു അധികാരിയുടെ ഈ പുതിയ നീക്കം. ഒരു കാലത്ത് ആക്രമണ രാഷ്ട്രീയത്തിന്റെ കളിത്തൊട്ടിലായിരുന്നു പശ്ചിമ ബംഗാൾ. അഴിമതിയും ആക്രമണങ്ങളും കൊണ്ട് നാട് ഭരിച്ച മമതയ്ക്ക് തൃണമൂൽ ഭരണത്തിന് ബംഗാളിലെ പ്രബുദ്ധരായ ജനങ്ങൾ അന്ത്യം കുറിച്ചതും BJP അവിടെ ഭരണം പിടിച്ചെടുത്തതും നാം കണ്ടതാണ്. മുൻപ് മമത ഭരിച്ചിരുന്ന സമയത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്താനും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് അധികാരം നിലനിർത്താനും വേണ്ടി ബംഗാളിന്റെ സമാധാന അന്തരീക്ഷം അവർ പൂർണ്ണമായും തകർക്കുകയായിരുന്നു. അന്ന് നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഗുണ്ടാരാജ് നയിച്ച മമതയ്ക്ക് ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ബംഗാളിലെ ഈ BJP ഭരണം. സ്വന്തം അണികൾ നടത്തുന്ന ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്ത മമതാ ബാനർജിയും അവരുടെ അനുനായികളും ഇപ്പോൾ ഈ പുതിയ മാറ്റങ്ങളെ കണ്ട് വിയർക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചു മുന്നേറുകയാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ഈ പുതിയ സർക്കാർ. ഭരണം തുടങ്ങിയ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ സുവേന്ദു അധികാരി കാണിച്ച ധൈര്യം മമതയ്ക്ക് അവരുടെ രാഷ്ട്രീയ നാടകങ്ങളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. മമതയുടെ കാലത്ത് ബംഗാൾ സ്ത്രീകളുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ ഇന്ന് BJP ഭരിക്കുമ്പോൾ സ്ത്രീകൾക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. ഇനി പലർക്കും ഇപ്പോഴും സംശയമുള്ള കാര്യമാണ്, എന്താണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ ജാതിയോ മതമോ ലിംഗഭേദമോ നോക്കാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ബാധകമാകുന്ന രീതിയാണിത്. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഓരോ മതവിഭാഗങ്ങൾക്കും വിവാഹമോചനം, സ്വത്ത് കൈമാറ്റം, ദത്തെടുക്കൽ എന്നിവയൊക്കെ അവരുടേതായ വ്യക്തി നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ബംഗാളിലെ എല്ലാ മനുഷ്യർക്കും ഒരൊറ്റ നിയമമായിരിക്കും ഉണ്ടാവുക. ഇതിലൂടെ ഏറ്റവും വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത് അവിടുത്തെ സ്ത്രീ സമൂഹത്തിനാണ്. പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങൾ ഇതിലൂടെ ഉറപ്പു നൽകുന്നു. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ശൈശവ വിവാഹങ്ങളും ഈ നിയമം വരുന്നതോടെ പൂർണ്ണമായും ഇല്ലാതാകും. വിവേചനങ്ങളില്ലാത്ത ലിംഗസമത്വമുള്ള ഒരു പുതിയ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സുവേന്ദു അധികാരിയുടെയും ലക്ഷ്യം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടനാപരമായ അവകാശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ബില്ലിലൂടെ BJP ചെയ്യുന്നത്. തീർച്ചയായും ഇത്തരമൊരു നിയമം വരുമ്പോൾ അതിനെ എതിർക്കാൻ ചില ആളുകൾ അല്ലെങ്കിൽ ചില സംഘടനകൾ, മമതാ ബാനർജിയെ പോലുള്ള നേതാക്കളും രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ BJP സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന സംഘടനകൾ ഇതിനകം തന്നെ തെറ്റായ പ്രചാരണങ്ങളുമായി ചിലപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ടാവാം. ഇത് തങ്ങളെ വേട്ടയാടാൻ വേണ്ടിയുള്ള നിയമമാണെന്ന് അവർ വാദിച്ചേക്കാം. തങ്ങൾ ശരിയത്ത് നിയമപ്രകാരം മാത്രമേ ജീവിക്കുമെന്ന് വാശി പിടിക്കുന്ന ഇക്കൂട്ടർ കാണാതെ പോകുന്നത് സ്വന്തം സമുദായത്തിലെ ഭൂരിഭാഗം സ്ത്രീകളുടെയും കണ്ണീരാണ്. ബംഗാളിൽ തന്നെയുള്ള നിരവധി സ്ത്രീകൾ നിയമത്തിലെ കാര്യങ്ങൾ കൊണ്ട് തങ്ങളെ അടിമകളാക്കുന്ന രീതികൾക്ക് എതിരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് സ്വാതന്ത്ര്യവും തുല്യതയും നൽകാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. മമതാ ബാനർജി ഭരിച്ചിരുന്നപ്പോൾ ഇത്തരം ദുരാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ സുവേന്ദു അധികാരിയുടെ ഈ പുതിയ നീക്കത്തോടെ ആ അടിച്ചമർത്തലുകൾക്ക് അവസാനമാവുകയായിരിക്കും. ഈ എതിർപ്പുകളെ എല്ലാം വളരെ ശക്തമായി നേരിടാൻ തന്നെയാണ് BJP സർക്കാരിന്റെ തീരുമാനം. മമതാ ബാനർജിയുടെ കാലത്തെ പോലെ ആക്രമികൾക്ക് ബംഗാളിന്റെ മണ്ണിൽ ഇനി അഴിഞ്ഞാടാൻ കഴിയില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് സുവേന്ദു അധികാരി നൽകുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും തുല്യതയ്ക്കും ഇത് എത്രത്തോളം അനിവാര്യമാണെന്ന് മോദിജി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
ഇതിനകം തന്നെ ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, അസം തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ നിയമം വിജയകരമായി നടപ്പിലാക്കുകയോ അതിനായുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ സ്വാതന്ത്ര്യത്തിനു ശേഷം ഈ ചരിത്രപരമായ നേട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറാൻ പോവുകയാണ്. BJP അധികാരത്തിൽ വന്ന് 6 മാസത്തിനുള്ളിൽ ബംഗാളിൽ UCC നടപ്പിലാക്കുമെന്ന് മുൻപ് പ്രകടന പത്രിക പുറത്തിറക്കവേ കേന്ദ്രമന്ത്രി അമിത്ഷാ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അന്ന് മമതയും കൂട്ടരും ഇതിനെ പരിഹസിച്ച് തള്ളിയതാണ്. എന്നാൽ ആ വാഗ്ദാനമാണ് ഇപ്പോൾ സുവേന്ദു അധികാരി എന്ന മുഖ്യമന്ത്രിയിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കേവലം ഒരു നിയമനിർമ്മാണം മാത്രമല്ല, ബംഗാളിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വികസിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. മമതാ ബാനർജിയുടെ ഭരണം ബംഗാളിനെ വ്യവസായ രംഗത്തും തൊഴിൽ രംഗത്തും പതിറ്റാണ്ടുകൾ പിന്നോട്ടടുപ്പിച്ചു. യുവാക്കൾക്ക് തൊഴിലില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇന്ന് സുവേന്ദു അധികാരിയുടെ കീഴിൽ പുതിയ വ്യവസായങ്ങളും വികസന പദ്ധതികളും ബംഗാളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ക്രമസമാധാനം പൂർണ്ണമായും തിരിച്ചു പിടിച്ചുകൊണ്ട് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം BJP അവിടെ ഉണ്ടാക്കിയെടുത്തു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഏകീകൃത സിവിൽ കോഡ് ബില്ലും വരാൻ പോകുന്നത്. ഇത് ബംഗാളിന്റെ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട ഒരു നിമിഷമായി മാറിയേക്കാം. വർഷങ്ങളായി വികസനമില്ലാതെ അഴിമതിയിലും ആക്രമണങ്ങളിലും മുങ്ങിത്താഴ്ന്ന ബംഗാളിനെ മോദിയുടെ കാഴ്ചപ്പാടിലൂടെ ഒരു പുതിയ യുഗത്തിലേക്ക് നവീകരിക്കുകയാണ് സുവേന്ദു അധികാരി. വരും ദിവസങ്ങളിൽ നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ബംഗാൾ സാക്ഷ്യം വഹിച്ചേക്കാം. എങ്കിലും ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ BJP സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുവേന്ദു അധികാരി എന്ന നേതാവിനെ ബംഗാളിലെ ജനങ്ങൾ നെഞ്ചേറ്റാൻ കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കൃത്യതയും പ്രവൃത്തിയിലെ ആർജവുമാണ്. മമത മുൻപ് കാണിച്ചു കൂട്ടിയ തരം താന്ന രാഷ്ട്രീയ നാടകങ്ങൾ കണ്ട് മടുത്ത ജനങ്ങൾക്ക് മുന്നിലേക്കാണ് യഥാർത്ഥ വികസനത്തിന്റെ ബദലുമായി BJP എത്തിയത്. മമതയുടെ ഭരണകാലത്ത് വികസനം എന്നത് കേവലം ചില പരസ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ പോലും രാഷ്ട്രീയ വിരോധം വെച്ച് ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നിഷേധിച്ച ചരിത്രമാണ് മമതയുടേത്. സ്വന്തം അഹങ്കാരവും വോട്ട് ബാങ്ക് താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ബംഗാളിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കും മറ്റും തള്ളിവിട്ട മമതയ്ക്ക് ഇന്ന് സുവേന്ദു അധികാരി നടപ്പിലാക്കുന്ന ഓരോ വികസന പദ്ധതികളും കാണുമ്പോൾ നോക്കി നിന്ന് നിരാശപ്പെടാനേ സാധിക്കുന്നുള്ളൂ. സുവേന്ദു അധികാരി വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന, അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുള്ള ജനനായകനാണെന്ന് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ബംഗാളിലെ ജനങ്ങൾ നേരിടുന്ന അയൽരാജ്യങ്ങളിൽ നിന്നുള്ള നിയമവിരുദ്ധമായ കുടിയേറ്റമായിരുന്നു അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ഇത്തരം കുടിയേറ്റക്കാർക്ക് പരവതാനി വിരിക്കുകയും അവർക്ക് വോട്ടവകാശം ആനുകൂല്യങ്ങളും നൽകി സ്വന്തം വോട്ട് ബാങ്ക് ഭദ്രമാക്കുകയുമാണ് അവർ ചെയ്തത്. എന്നാൽ കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദി സർക്കാരും ബംഗാളിൽ സുവേന്ദു അധികാരി സർക്കാരും ഒന്നിച്ചു ചേർന്നപ്പോൾ ഇതിനെല്ലാം അന്ത്യം കുറിച്ചു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.